നമസ്കാരം, ഞാൻ പത്മശ്രീ രാമചന്ദ്ര പുലവർ, തോൽപ്പാവക്കൂത്ത് കലാകാരൻ. മധ്യ കേരളത്തിൽ പൂരം ഉത്സവങ്ങളുടെയൊക്കെ ഭാഗമായി പാലക്കാട് കൂടാതെ തൃശ്ശൂർ, മലപ്പുറം ഈ ജില്ലകളിലും ദേവീകാവുകളിലാണ് ദേവീപ്രീതിക്ക് വേണ്ടി നടത്തി വരുന്ന ഒരു പ്രധാനപ്പെട്ട നൂറ്റാണ്ടുകളോളം പഴക്കമുള്ളൊരു കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത് അഥവാ നിഴൽപ്പാവക്കൂത്ത്. ഇതിൻ്റെ പൂർണ്ണമായി പറയപ്പെടുന്ന പേര് കമ്പരാമായണം ആടൽപ്പറ്റ് തോൽപ്പാവക്കൂത്തെന്നാണ്. കമ്പരാമായണത്തിൽ ആടിക്കളിക്കാൻ വേണ്ട പാട്ടുകളെ എടുത്തുകൊണ്ട് തയ്യാർ ചെയ്ത വിധത്തിലുള്ള പാട്ടുകളാണ് തോൽപ്പാവക്കൂത്തിന് ഉപയോഗിച്ച് വരുന്നത്. ഇതിനെ രാമരാവണ യുദ്ധകഥയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിലെ എല്ലാ ഭദ്രകാളി കാവുകളിലുള്ള എല്ലാ കലാരൂപങ്ങളുടെയും ഐതിഹ്യം എന്ന് പറയുന്നത് ദേവീ സങ്കല്പമാണ്. ദേവിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട കലാരൂപങ്ങളാണ് തെയ്യവും തിറയും പടയണയും തോൽപ്പാവക്കൂത്തും എല്ലാം. കാരണം ഭദ്രകാളി ദാരികാസുരവധം ചെയ്യാൻ പോയ അതേ സമയത്താണ് രാമരാവണ യുദ്ധം ഉണ്ടായിട്ടുള്ളത്. നമ്മളുടെ ഐതിഹ്യങ്ങളെല്ലാം പറയപ്പെടുന്നത്, അതായത് എപ്പോഴെല്ലാം തിന്മ ഉയർന്നു വരുന്നുവോ അപ്പോഴെല്ലാം നന്മയുടെ പ്രതീകങ്ങളായിട്ടുള്ള ഒരു അവതാരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ചേർന്നുകൊണ്ട് സങ്കടം പറഞ്ഞപ്പോൾ ദേവന്മാരും എല്ലാവരും സങ്കടം പറഞ്ഞ സമയത്ത് അത് ദാരികാസുരനെ കൊണ്ടുള്ള ഉപദ്രവം, ദാരികാസുരൻ ലോകം മുഴുവൻ കീഴടക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദ്രവം സഹിക്കാതെ വന്നപ്പോൾ സാക്ഷാ പരമേശ്വരൻ്റെ അടുത്ത് സങ്കടം പറയുകയാണ്. അപ്പോൾ പരമേശ്വരൻ പറയുന്നു, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, എൻ്റെ കണ്ടത്തിൽ നിന്ന് ഞാൻ ഒരു കാളിയെ ഉത്ഭവിപ്പിക്കാം. ആ കാളിയാണ് ദാരികവധം ചെയ്തത്. ആ ദാരികവധത്തിന് പോയ ഭദ്രകാളി ദാരികവധം കഴിഞ്ഞു. അപ്പോൾ ദാരികൻ്റെ ശിരസ്സുമായിട്ട് ഇങ്ങനെ യാത്രയാണ്, എല്ലാ നഗരങ്ങളും ചുറ്റി യാത്ര ചെയ്യുന്ന സമയത്ത് രാമരാവണ യുദ്ധത്തെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നത്. രാമൻ രാവണനെ കൊന്നിരിക്കുന്നു. ഓ, അതാണോ? ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട്, ഞാൻ അബലയായതുകൊണ്ടാണോ എന്നെ ആരും കീർത്തിക്കാത്തതെന്ന് വിഷമിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അതിന് നിവാരണം കാണണം, എനിക്ക് രാവണവധം എന്താണെന്ന് അറിയണം, രാമൻ എങ്ങനെ രാവണനെ കൊന്നു എന്ന് അറിയണമെന്നുള്ള ആ ആവേശം കൊണ്ടുകൊണ്ട് തൻ്റെ പിതാവായ പരമേശ്വരൻ്റെ അടുത്ത് പോയി ആവശ്യപ്പെടുകയാണ്. അല്ലയോ പിതാവേ, ഹേ പരമേശ്വര സ്വരൂപ, എനിക്ക് രാമരാവണ യുദ്ധം കാണണം. എല്ലാവരും രാമരാവണ യുദ്ധകഥയെക്കുറിച്ചാണ് കീർത്തിക്കുന്നത്. ഞാൻ ചെയ്ത ദൗത്യം ആരും ഏറ്റെടുത്തുകൊണ്ട് അതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, നിൻ്റെ പവിത്രമായിട്ടുള്ള ആ ഇരിപ്പിടമാണ് കേരള ഭൂമി, കേരഭൂമി എന്നെല്ലാം പറയും. പണ്ടുകാലത്തെ പഴയ പേര് നിഘണ്ടുവിൽ പറയപ്പെടുന്നത് ശുർപ്പാരകം എന്നാണ്. കേരളം ഒരു മുറത്തിൻ്റെ ആകൃതി ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിരിക്കും, നിന്നെ സേവിക്കുന്നവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദേവി പല ഭാവത്തിലും രൂപത്തിലും വന്നുകൊണ്ട് തോൽപ്പാവക്കൂത്ത് രാമരാവണ യുദ്ധകഥ കാണുവാനുള്ള ആവേശത്തിലാണ്. അപ്പോൾ അങ്ങനെ സാക്ഷാ പരമേശ്വരൻ തന്നെ കമ്പരായിട്ട് അവതരിച്ചു. തമിഴ്നാട്ടിലെ ചോള സാമ്രാജ്യത്തിലെ 807-ാം നൂറ്റാണ്ടെന്ന് പറയപ്പെടുന്നു ശകാവർഷം. അപ്പോൾ ആ നൂറ്റാണ്ടിൽ അദ്ദേഹം ജനിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ പരമേശ്വരൻ തന്നെ കമ്പരായിട്ട് അവതരിച്ച് എഴുതപ്പെട്ട കഥയാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ കമ്പരാമായണത്തിലെ പാട്ടുകളാണ് ആടൽപ്പറ്റായി, അതായത് പാവക്കൂത്തിനെ ആടിക്കളിക്കാൻ ചേർന്ന വിധം ചെയ്യപ്പെട്ടത്. അപ്പോൾ നിഴൽ നാടക രൂപത്തിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞ കാരണം കൊണ്ട് നിഴലായി ഇതുപോലുള്ള നിഴൽ രൂപത്തിൽ ഈ വെള്ള തുണി ഇങ്ങനെ കെട്ടിക്കൊണ്ട് ആയപ്പുടവ, ആയാസമായി നീളത്തിലുള്ള പുടവയിൽ രാമരാവണ യുദ്ധ കഥ കാണിച്ചു കൊടുക്കുകയാണ് തൻ്റെ പുത്രി ഭദ്രകാളിക്ക് പരമേശ്വരൻ. അപ്പോൾ രാമായണത്തിലെ അവതാരം മുതൽ പട്ടാഭിഷേകം വരെ നടത്തപ്പെടുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ഞങ്ങളുടെ സംഘത്തിലുള്ള കവളപ്പാറ സംഘത്തിൽപ്പെട്ടതായിട്ടുള്ള പാലക്കാട് ജില്ലയിൽ ഷൊർണൂരിനടുത്തുള്ള കവളപ്പാറ സംഘത്തിൽപ്പെട്ട കൂനത്ര
എന്ന് പറയുന്ന ഈ സ്ഥലം, ഇത് പണ്ട് കൂത്തുതറയായിരുന്നു. കൂത്തന്മാർക്ക് താമസിക്കാൻ കൊടുത്ത, ഇരിക്കാൻ കൊടുത്ത ആ ഇരിപ്പിടമായതുകൊണ്ട് കൂത്തുതറ എന്ന കവളപ്പാറ മൂപ്പിൽ നായർ ഞങ്ങളെ ഒരു 400 വർഷം മുൻപ് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നുകൊണ്ട് 21 ദിവസത്തെ കഥ, രാമരാവണ യുദ്ധകഥ അവതാരം മുതൽ പട്ടാഭിഷേകം വരെ നടത്തപ്പെടുന്ന ഞങ്ങളുടെ പൂർവികരിൽപ്പെട്ടതായിട്ടുള്ള ചിന്നത്തമ്പി വാദ്യാർ എന്ന് പറയുന്ന മഹാൻ്റെ ആ കഥ ആദ്യം ചിട്ടപ്പെടുത്തിയ കഥയാണ്. അപ്പോൾ അതിന് മുൻപ് ഒരു 14 ദിവസത്തെ കഥ, യുദ്ധകാന്ഡം മുതൽ പഞ്ചവടി മുതൽ യുദ്ധകാന്ഡം അവസാനം വരെ പല്ലശ്ശേരിയുള്ള ശിങ്കിപ്പുലവരും അതുപോലെ തന്നെ എൻ്റെ പൂർവ്വസൂനുക്കളായിട്ടുള്ള ചിന്നത്തമ്പി വാദ്യാരും ചേർന്നുകൊണ്ടാണ് ഈ കഥ ചിട്ടപ്പെടുത്തിയത്. പക്ഷേ അവരെല്ലാം തന്നെ 14 ദിവസത്തെ കഥയെ പറയപ്പെടുന്നുള്ളൂ. കവളപ്പാറ സംഘം, പുത്തൂർ സംഘം, മാത്തൂർ സംഘം, കുത്തനൂർ സംഘം എന്നീ വിവിധ ജില്ലകളിലായി, വിവിധ താലൂക്കുകളിലായി ഒരു സംഘങ്ങളുണ്ട്. ആ സംഘത്തിൽപ്പെട്ട കവളപ്പാറ സംഘമാണ് അവതാരം മുതൽ പട്ടാഭിഷേകം വരെ പാവക്കൂത്തായി നീൾ നാടക രൂപത്തിൽ രാത്രി 10 മണി മുതൽ നേരം വെളുക്കുവോളം പൂരം ഉത്സവത്തിൻ്റെ ഭാഗമായി എവിടെയെല്ലാം വർഷാവർഷം പൂരാഘോഷങ്ങളുണ്ടോ അവിടെയെല്ലാം ഭദ്രകാളിക്ക് പാവക്കൂത്ത് നടത്തി വരാറുണ്ട്. 85ഓളം ദേവീക്ഷേത്രങ്ങളിൽ പാവക്കൂത്ത് ഇപ്പോഴും മുടങ്ങാതെ നടന്നു വരുന്നു.